അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 മോഡൽ യമഹ ഫസീനോ എസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസീനോട് തന്നെ ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മാറ്റ് റെഡ് എന്ന് പറഞ്ഞ പുതിയൊരു കളറാണ് വന്നിട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതുകൂടാതെ ഒരു പുതിയ ബോഡി ഗ്രാഫിക്സ് അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനലിൽ മെമ്പർ ആയിക്കോളൂ. ഫുൾ ഫ്രീ ആണ്. അതുകൂടെ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി പുതിയ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നത് ഫുൾ LED ലൈറ്റ്സ് ആണ്. ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ LED ലൈറ്റ് ആണ് വരുന്നത്. ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഓവറിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു കവറിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഫെൻഡർ പോർഷനിൽ മാറ്റ് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ യമഹയുടെ ലോഗോയും നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പും ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ചുറ്റുമായിട്ട് പിയാനോ ബ്ലാക്കിന് തന്നെ ഒരു ചെറിയൊരു സൈഡ് പീസുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റൽ ബോഡിയിലുള്ള മഡ് ഗാർഡാണ്, മെറ്റൽ പീസാണ് വരുന്നത്, ഫൈബർ അല്ല. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കും കംഫർട്ടിനുമായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ള സസ്പെൻഷനാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിച്ചു നടക്കാൻ പറ്റുന്നതാണ്. യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 12 ഇഞ്ച് ട്യൂബ്ലെസ് ആണ് വരുന്നത്. 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്പോക്ക് വരുന്ന ഗോൾഡൻ കളറുള്ള അലോയ് വീലാണ് ഈ ഫസീനോ ഈ മോഡൽ വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് UBS ബ്രേക്കിംഗ് അവൈലബിൾ ആണ്. അതായത് രണ്ട് സൈഡും ഒരേപോലെ ബ്രേക്ക് അപ്ലൈ വരുന്നതാണ്. അത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ബ്രേക്ക് പിടിച്ചാൽ മതി, രണ്ട് സൈഡിലും ഒരേപോലെ ബ്രേക്ക് അപ്ലൈ ആയിക്കോളും. സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ആകെ വെയിറ്റ് 99 കിലോഗ്രാമേ വരുന്നുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 145 മില്ലിമീറ്റർ മാത്രമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇത്ര ചെറിയ വണ്ടിക്ക്, ഇത്ര വലിയ വണ്ടിക്ക് ഇത്ര കുറച്ച് വെയിറ്റ് മാത്രമേ വരുള്ളൂ. സാധാരണഗതിയിൽ ഒരു 100, 110, 112 കിലോ ഒക്കെ വെയിറ്റ് വരുന്നതാണ്. ഇതിന് 100 കിലോ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇനി എടുത്തു പറയുന്ന മറ്റു കാര്യങ്ങൾ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഫിനിഷിങ് തന്നെയാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. നിങ്ങൾ ഹോണ്ട അല്ലെങ്കിൽ ഹീറോയ്ക്ക് എടുക്കുമ്പോൾ അതിനേക്കാളും പകുതി മെയിൻ്റനൻസ് മാത്രമേ നമ്മുടെ വണ്ടി എടുത്ത് ഓടിച്ചു പോകുമ്പോൾ വരുള്ളൂ. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ വാഹനത്തിൻ്റെ മെയിൻ പാർട്ടായ എഞ്ചിനിലേക്ക് വരാം. 125 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് SOIC ടെക്നോളജി യൂസ് ചെയ്യാനുള്ള എഞ്ചിനാണ്. നമുക്കിതിനെ മാക്സിമം പവർ വരുന്നത് 8.2 PS, മാക്സിമം ടോർക്ക് വരുന്നത് 10.3 Nm. പിന്നെ വാഹനത്തിന് ഓട്ടോമാറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ട്രാൻസ്മിഷൻ വരുന്ന V-ബെൽറ്റ് ആണ്. അതുപോലെ സ്മാർട്ട് മോട്ടർ സ്റ്റാർട്ട് സെറ്റപ്പ് ആണ്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ക്രാങ്കും നമ്മുടെ സെൽഫ് മോട്ടറും കറങ്ങുന്ന ഒരു ആവശ്യമില്ലാത്ത സൗണ്ടൊന്നും ഇതിന് വരുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഓട്ടോമാറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് വാഹനം ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഈ ഐഡിയലായിട്ട് നിൽക്കുകയാണെങ്കിൽ തനിയെ വണ്ടി ഓഫായി പോവുകയും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേഷൻ തിരിക്കുക അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേഷൻ തിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി രണ്ടാമത് സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഈ മോഡലിൽ അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. വാഹനത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ മറ്റു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഫുൾ ഡിജിറ്റൽ മീറ്റർ ആണ്. ഇതിൽ ഒത്തിരി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് കോള്, SMS, ബ്ലൂടൂത്ത്, അതുകൂടാതെ ആപ്പിനെ യമഹ ആപ്പ് ആയിട്ട് കണക്ട് ചെയ്തുള്ള ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ, ഒരുപാട് പരിപാടികൾ ഈ ചെറിയ ഡിജിറ്റൽ മീറ്ററിൽ അവർ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പേ നമുക്ക് വാഹനത്തിൻ്റെ സ്വിച്ചസിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. വാഹനത്തിൻ്റെ അടുത്ത സൈഡിലെ സ്വിച്ച് ക്യൂബിലേക്ക് വരാം. നമുക്ക് ബാറിൻ്റെ ഒന്നും വരുന്നില്ല, നോർമൽ ഫൈബറിൻ്റെ ബാറിൻ്റെ ഇതിലും വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ നല്ല അടിപൊളി റബ്ബറിൻ്റെ ഗ്രിപ്പ് വരുന്നുണ്ട്. ഇടത്തെ സൈഡിൽ സ്വിച്ചസിൽ വരുന്ന ഡിമ്മും ബ്രൈറ്റും പാസും കൂടെ ഒറ്റ സ്വിച്ച് വരും, ഇൻഡിക്കേറ്റർ വരും, ഹോൺ വരും. വലത്തെ സൈഡിലെ സ്വിച്ച് ക്യൂബിലേക്ക് വരുമ്പോഴാണ് മെയിനായിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ആകാനുള്ള സ്വിച്ച് വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടിന് സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട്. ഫുൾ ഡിജിറ്റൽ മീറ്ററാണ്. മീറ്ററിന് ചുറ്റുമായിട്ടൊരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഗ്ലോസി കവറിങ് കൊടുത്തിട്ടുണ്ട്. യമഹയുടെ ലോഗിൻ ബിൽറ്റ് വരുന്നുണ്ട്. നടുവിൽ ഒറ്റ പ്രസ് ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കോമീറ്റർ അവൈലബിൾ ആണ്. ഈ ആവറേജ് എന്ന് കാണിക്കുന്ന ലാസ്റ്റ് റണ്ണിൽ ആവറേജ് ആണ്. ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക് അവൈലബിൾ ആണ്. ഓയിൽ, V-ബെൽറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വാർണിംഗ് കത്തി കാണിക്കും. ലാസ്റ്റ് റണ്ണിൽ എത്ര മൈലേജ് കിട്ടിയെന്ന് കാണിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഡിജിറ്റൽ മീറ്ററിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി മീറ്ററാണ്. നമ്മുടെ FC അല്ലെങ്കിൽ R15 വരുന്ന പോലത്തെ സെയിം ടു സെയിം കീ തന്നെയാണ് ഈ വണ്ടിയിലും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീറ്റിൻ്റെ ഡിസൈനും കൂടി ഒന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ കണ്ടത് ഇതാണ് വണ്ടി ഐഡിയൽ ടൈമിൽ. അതായത് ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ ഇതുപോലെ ഡേ ടൈം റൺ ലൈറ്റ് വണ്ടിയിൽ കത്തി കിടക്കുന്നതാണ്. വൈറ്റ് കളർ ലൈറ്റ് ആണ്, LED ആണ് ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പ്ലിറ്റ് LED ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം തന്നെ റിയർ ടെയിൽ ലൈറ്റിലും ഇതുപോലെ തന്നെ ഒരു കുറച്ചുകൂടി കനത്തിലുള്ളൊരു സ്ട്രിപ്പ് റിയർ ടെയിൽ ലൈറ്റിലും വരുന്നുണ്ട്. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 780 മില്ലിമീറ്റർ ആണ്. അത്യാവശ്യം 5 അടി 2 ഇഞ്ച് പൊക്കമുള്ള ആൾക്കാർക്ക് പോലും സുഖമായിട്ട് വണ്ടി കയറിയിരിക്കാനും ഓടിച്ചു നടക്കാനും ഒക്കെ പറ്റുന്നതാണ്. വാഹനത്തിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് 21 ലിറ്ററാണ് വരുന്നത്. പിന്നെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്നത് 5.2 ലിറ്ററാണ്. ഓൾറെഡി E20 ഫ്യൂൾ സപ്പോർട്ടറാണ്. OBD2 സെൻസറാണ്.
OBD2 സെൻസറും ഓൾറെഡി വണ്ടിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ആ പോർഷനാണ് ഫ്യൂൽ ക്യാപ്പിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട്, ഇതിൻ്റെ അപ്പുറത്തായിട്ട് വരുന്നതാണ് OBD2 സെൻസർ. ചേസ് നമ്പറാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് OBD2 സെൻസറിൻ്റെ യൂണിറ്റ്. പിന്നെ നല്ല അടിപൊളി മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു റിയർ ഗ്രാബ് ഹാൻഡിലും വണ്ടിയിൽ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സീറ്റിൻ്റെ ഇന്നർ പോർഷൻ വരുന്നത്. നല്ല രണ്ടുപേർക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന അടിപൊളി സീറ്റ് തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന് യാതൊരു മാറ്റമില്ല. പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ ഏറ്റവും പ്രശ്നമുള്ള ഭാഗം എന്ന് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, റിയർ ഭാഗം, റിയർ ടെയിൽ ലാമ്പ് ഒറ്റ യൂണിറ്റാണ്. ഇൻഡിക്കേറ്റർ, ബ്രേക്ക് എല്ലാം കൂടി ഒറ്റ യൂണിറ്റായിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നടുവിലായിട്ട് മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്, യമഹയുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ള പോർഷനും രണ്ട് സൈഡിൽ റിഫ്ലക്ടറും വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയർ 1 ഉള്ള ടയറാണ്, പക്ഷേ 10 ഇഞ്ച് ടയറാണ് വരുന്നത്. ഫ്രണ്ട് 12 ബാക്ക് 10 ആണ്. സൈസ് വരുന്നത് 110 90 10 ട്യൂബ്ലെസ് ആണ് വരുന്നത്. ബാക്ക് മാറ്റിൽ 110 mm റിയർ ബ്രേക്ക് സിസ്റ്റം വരും. അത് ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ എടുത്തു പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സൈലൻസറാണ്. സൈലൻസർ നിഞ്ച ബ്ലേഡ് ഡിസൈനാണ് സൈലൻസറിന് അവർ എടുത്തു പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസീനോൻ്റെ മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൗണ്ട് തന്നെ. ആവശ്യമില്ലാത്ത യാതൊരു സൗണ്ടില്ല. നോർമൽ ആ ഒരു മിടിപ്പുള്ള ഫസീനോൻ്റെ നോർമൽ സൗണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് BS6 ആണ്, 125 ആണ്. പഴയ മോഡൽ ഫസീനോന് വേറെ ടൈപ്പ് സൗണ്ടാണ് വരുന്നത്. കുറച്ചൊരു ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ്, നല്ല അടിപൊളി സ്പോർട്ടി സൗണ്ട് തന്നെ പറയണം. ഈ ഒരു സൈലൻസർ എടുത്ത് പറയുന്ന കാര്യമുണ്ട്. സൈലൻസർ നല്ല ക്വാളിറ്റിയുള്ള സൈലൻസറാണ്. സൈലൻസറിൻ്റെ ഒരു ഡിസൈൻ തന്നെ നിഞ്ച ബ്ലേഡ് എന്ന് പറയുന്നത്. നിഞ്ച ബ്ലേഡ് ഡിസൈനായിട്ടാണ് വരുന്നത്. ഇതൊരു യൂറോപ്യൻ സ്റ്റൈലുള്ളൊരു സ്കൂട്ടറാണ്. ഇവിടെ വരുന്നത് TVS ആയിക്കോട്ടെ, ഹോണ്ടയുടെ എല്ലാം കൺവെൻഷൻ ഇന്ത്യൻ മോഡൽസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ ഡിസൈനും എന്താ പറയുക, ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്കൂട്ടറാണ്. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻബിൽറ്റ് കിക്കർ വരുന്നുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ വരുന്ന 125 വണ്ടികളിൽ കിക്കർ അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ വണ്ടിയിൽ യമഹ ഫസീനോയിൽ കിക്കർ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1,21,000 രൂപയാണ്. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ യമഹയുടെ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 10,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി EMI ഇട്ട് എടുക്കാവുന്നതാണ്. ഇനി അതില്ലെങ്കിൽ പോലും നല്ല സിബിൽ സ്കോറൊക്കെ ഉള്ള ടീമാണെങ്കിൽ 100% ലോണുള്ള ഓഫറൊക്കെ യമഹയുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഞാനപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ വീഡിയോയിൽ എന്തായാലും ആഡ് ചെയ്തേക്കാം. മോട്ടോർ സൈക്കിൾസ് ആയിക്കോട്ടെ, അതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ്, ആക്സസറീസിൻ്റെ ആ ഒരു ലിസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരു പാക്കേജ് തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഓപ്ഷനിൽ നമ്മുടെ ചാനലിൽ റൈറ്റ് സൈഡ് എൻഡിൽ ഷോപ്പിംഗ് എന്നുള്ളൊരു ടാബ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അത് കൂടാതെ ഈ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിലും കാണും ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നത്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 60ഓളം പ്രോഡക്റ്റ്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വണ്ടികൾ ഫിറ്റ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് പോയിട്ട് അതിന് ഡയറക്റ്റ് ബൈ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.